അറിഞ്ഞിട്ടില്ല. അങ്ങേയറ്റം പിടുത്തം വിടുന്നു കണ്ടപ്പോൾ സീരിയസ് ആയിട്ട് നബി തങ്ങൾക്ക് വിവരം അറിയിച്ചു. നബി തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? നബി തങ്ങൾ ഓടിപ്പോകുന്നു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അകമ്പടിയോടെ റസൂലുള്ളാഹി തങ്ങൾ സഅലബയുടെ ചെറ്റക്കുടിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ സഅലബയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെന്ന് സഅലബ നേരെ കിടക്കുന്നു. ഒരനക്കൂല. സഅലബ ബുദ്ധിക്ക് മാത്രമൊന്നും പറ്റിയിട്ടില്ല, സംസാരിക്കാനും കഴിയുന്നുണ്ട് ഒപ്പിച്ച്. സഅലബന്റെ കയ്യും കാലും ഒക്കെ ചലനമറ്റ് കിടക്കുകയാണ്. നബിതങ്ങൾ അവിടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. നബിതങ്ങൾ ആ തലയെടുത്ത്, ബഹുമാനപ്പെട്ട സഅലബയുടെ തലയെടുത്ത് റസൂലുള്ളാഹി തങ്ങള് തന്റെ ബഹുമാനപ്പെട്ട ഷറഫാക്കപ്പെട്ട തൊടയിലേക്ക് വെച്ചു. നബി ഇരുന്നിട്ട് മടിക്ക് എടുത്തു വെച്ചു. സഅലബനെ എന്നർത്ഥം. തലന്റെ അടുത്ത് ഇരുന്നിട്ട് അത് മടിക്ക് വെച്ചു. വെച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടും നനച്ചിട്ടില്ല. ആ കൂടി നിൽക്കുന്ന ഒരൊറ്റ സഹാബത്തും ചിന്തിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. ബഹുമാനപ്പെട്ട സഅലബ പെട്ടെന്നതാ തന്റെ തലയെടുത്തൊരൊറ്റയേറാൻ. അപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി അങ്ങ് കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ലിമ അസൽത റഅസക യാ സഅലബ, എന്താ സഅലബ പാവം മുഹമ്മദ് നിന്നോട് ചെയ്തതാ? തുറന്നു പറയണം. നിനക്കെന്നെ കണ്ടുകൂടല്ലോ, എന്നെ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തു പറ്റി സഅലബ? ഞാൻ എന്താ നിന്നോട് ചെയ്തത്? ഇത്ര വലിയ തെറ്റെന്താ? സഅലബ തുറന്നു പറയണം. നിന്റെ തല എന്തിനു നീ എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തെറിഞ്ഞ? എന്റെ മടിയിൽ നിന്ന് നിന്റെ തല എന്തിനാണ് ഇങ്ങനെ നീട്ടിയെറിഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് സഅലബ പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നു, നബിയേ ക്ഷമിക്കണം, നബിയേ അഫ്വൻ യാ റസൂലല്ലാഹ്, നബിയെ മാപ്പാക്കണം, തെറ്റുധരിക്കരുത് നബിയെ. അങ്ങയുടെ അടുത്തല്ല കുഴപ്പം, അങ്ങ എന്നോടൊന്നും ചെയ്തിട്ടില്ല. തെറ്റായ തെറ്റൊക്കെ ചെയ്തത്, അരുതാത്തത് ചെയ്തത് പാവം സഅലബയാണ് നബിയെ. നബിയെ റഅസീ മംലൂഉം മിനദ്ദുനൂബ്, എന്റെ തല ദോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നബിയെ. ആ തൊടയുടെ ശറഫ് എനിക്കറിയാം. അങ്ങയുടെ പുന്നാര തൊടയിലേറ്റി വെക്കാൻ പറ്റിയ തലയല്ല ഇത് ദോഷം കൊണ്ട് നിറഞ്ഞ തലയാണ് നബിയെ. പാപം കൊണ്ട് നിറഞ്ഞ തലയാണ് നബിയെ. ഇത് അങ്ങയുടെ തലയില്, അങ്ങയുടെ ബോഡിയിൽ കയറ്റി വെക്കാൻ ഈ തല പറ്റില്ല യാ ഹബീബല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെറിഞ്ഞത്. അപ്പോഴാണ് നബി തങ്ങൾക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായത്. ചെറുപ്പക്കാരൊക്കെ ഒന്ന് ചിന്തിക്കും. ദിവസം 100 കണക്കിന് നോക്കി തള്ളിവിടുന്ന ഒരു കേസാണ്. ജീവിതത്തിൽ ഒരൊറ്റ വട്ടം ഒരു പെണ്ണിന്റെ മുഖം കണ്ടതിന് ബഹുമാനപ്പെട്ട സഅലബയുടെ അസ്വസ്ഥത. നബിതങ്ങൾ പറഞ്ഞു, സഅലബ അതിലിങ്ങനെ അസ്വസ്ഥാകല്ല, പരിഹാരമുണ്ട്. നീ ഏതായാലും മരിക്കാൻ കിടക്കുകയാണ്, പറ്റ പിടുത്തം വിട്ട അവസ്ഥയാണ്. സഅലബ നിന്റെ അവസാനത്തെ മോഹം അറിയിക്കാമോ? എല്ലും തൊലിയായ ഈ ദേഹം ഇനി രണ്ടാമത് പുഷ്ടിച്ചു വരണോ? അല്ല നിനക്കൊന്നും കൂടെ റാഹത്തും സന്തോഷവും കുടുംബവും ഒക്കെ റാഹത്തായി വരണോ? എന്താ നിനക്ക് വേണ്ടത്? മുന്തിരിത്തോട്ടം വേണോ, കാരക്കത്തോട്ടം വേണോ? എന്തും ചോദിച്ചോന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ നിന്റെ അവസാനത്തെ മോഹം എന്ന് പറയണം. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സഅലബ കൈമലർത്തിയിട്ട് പറഞ്ഞത്, നബിയേ അങ്ങനെ ഒരു അനുവാദം നിങ്ങൾ എനിക്ക് തരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നബിയേ മാ ഉസിറതു റബ്ബി, ഞാൻ ചെയ്ത ഈ മഹാപാപം എന്റെ റബ്ബിനോട് പൊറുക്കണം, അതിന് നിങ്ങൾ സഹായിക്കണം നബിയേ. അല്ലാഹു തആല നബിതങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു. കണ്ടോ നിങ്ങൾ? അത് എന്നോട് ചോദിക്കേണ്ട, പോയിക്കോ അവിടുന്ന് നല്ല നബിതങ്ങൾ പറഞ്ഞു. നബിതങ്ങളോടാ പറഞ്ഞു, എന്റെ റബ്ബന്റെ പാപം പുറത്തു തരണം, അത് നിങ്ങൾ സാധിപ്പിച്ചു തരണം. നബിതങ്ങൾ പറഞ്ഞു, പറ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അങ്ങനെ തന്നെയാണ് ഷെയ്ഖുമാരോട് പറയുമ്പോൾ ദിക്ർ പറഞ്ഞു കൊടുക്കും, അത് ചൊല്ലും, ചെല്ലാൻ പറഞ്ഞു. ആ ആയത്ത് ദിക്റായി ചെല്ലാൻ പറഞ്ഞു. ദിക്ർ ചൊല്ലി, അത് ചൊല്ലിയാണ് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഗഫറല്ലാഹു ലക യാ സഅലബ, സഅലബ അല്ലാഹുവിന്റെ ദോഷം പൊറുത്തു തന്നിരിക്കുന്നു സഅലബ. സഅലബ എന്ന് കൃത്യമായി പുഞ്ചിരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ കിടന്ന് ബഹുമാനപ്പെട്ട സഅലബ എന്ന അന്ത്യശ്വാസം വലിച്ചു. അല്ലാഹു മഹാനവറുകളോടൊപ്പം നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരുപാട് സംഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ട പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങളിൽ നമുക്ക് നാളെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ്. സംഭവങ്ങളും ഹദീസുകളും ആയത്തുകളും ഒക്കെ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം.